കാല് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന ആസനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള ആസനങ്ങളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. വെരിക്കോസ് വെയിന്, മുട്ട് തേയ്മാനം ഇവയ്ക്കൊക്കെ വളരെയധികം ഫലപ്രദമാണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താടാസനമാണ്. ശ്വാസം എടുത്ത് ഉപ്പൂറ്റി പൊങ്ങി മുകളിലോട്ട് കൈകൾ കോർത്ത് വലിക്കുക. ശ്വാസം വിട്ട് കൈയും കാലും താഴ്ത്തി വയ്ക്കുക. ഒരു 5-6 തവണ ചെയ്യാം. കുറച്ച് ദിവസങ്ങൾ നമ്മൾ പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് താടാസനത്തിൽ കുറച്ച് സമയം നിൽക്കാൻ പറ്റും. അപ്പോൾ നോർമൽ ശ്വസനത്തിൽ നേരെ ഒരു പോയിന്റിൽ തന്നെ കുറച്ച് സമയം നിൽക്കുക. എന്നിട്ട് ശ്വാസം വിട്ട് കാല് താഴുക. പിന്നീട് ഒരു മാറ്റിൻ്റെ അറ്റത്ത് നിന്ന് താടാസനത്തിൽ തന്നെ മുന്നോട്ട് നടന്നു വരാം. എന്നിട്ട് വീണ്ടും പുറകോട്ട് നടക്കുക. അങ്ങനെ മുന്നോട്ടും പുറകോട്ടും 6-7 തവണ നടക്കുക. എന്നിട്ട് കുറച്ച് സമയം വിശ്രമിച്ച് നിൽക്കുക. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഉത്കടാസനമാണ്. അത് നടുവിൽ കൈവച്ച് ചെയ്താൽ മതി. കൈകൾ മുമ്പോട്ട് നീട്ടിപ്പിടിച്ചും ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ നടുവിൽ കൈവച്ച് ചെയ്തു. ഒരു ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വേണം മുട്ട് മടങ്ങാൻ. ശ്വാസം എടുത്ത് മുട്ട് നിവരുക. അതും 5 മുതൽ 10 തവണ വരെ ചെയ്യാം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ 4-5 തവണ ചെയ്താൽ മതി. പിന്നീട് ഓരോ ദിവസം കഴിയും തോറും എണ്ണം കൂട്ടി ചെയ്യാം. ഇവിടെ ഇപ്പം നല്ല മഴ വരാൻ പോകുവാണ്. കനകക്കുന്ന് കൊട്ടാരമാണിത്. അതാണ് ഒരു മൂടലായിട്ട് നിൽക്കുന്നത്. കുറച്ച് സമയം ശവാസനത്തിൽ കിടക്കുക. കാല് അകത്തി വെച്ച് കൈകൾ മലർത്തി വെച്ച് കണ്ണടച്ച് കിടക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വലത് കാൽപാദം ശ്വാസം എടുത്ത് നമ്മുടെ മുഖവശത്തേക്ക് വലിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദം താഴേക്ക് ഇച്ചിരി ബലത്തിൽ താഴേക്ക് വലിക്കണം. അങ്ങനെ ഒരു കാൽപാദം ഒരു 10 തവണ ചെയ്യുക. എന്നിട്ട് ആ കാല് അയച്ചിടുക. അത് കഴിയുമ്പോൾ അതേപോലെ ഇടത് കാൽപാദം കാലുകൾ നീട്ടി വയ്ക്കുക. വലത് കാൽമുട്ട് മടക്കി വലതുവശത്തേക്ക് താഴ്ത്തുക. തിരിച്ചു വരിക. ആവർത്തിച്ചൊരു 10 തവണ ചെയ്യാം. 10 തവണ ചെയ്ത് കഴിയുമ്പോൾ കാല് നീട്ടി വയ്ക്കുക. അതേപോലെ ഇടത് കാൽമുട്ട് ചെയ്യണം. ഇടതുവശത്തേക്ക് താഴ്ത്തുക. തിരിച്ചു വരിക. 10 തവണ ചെയ്ത് കഴിയുമ്പം കാല് നീട്ടി വയ്ക്കുക. ഇനി 2 കാലും മടക്കി വയ്ക്കുക. 2 കാൽമുട്ടും പതുക്കെ വലത്തേക്ക് താഴുക, ഇടത്തേക്ക് താഴ്ത്തുക. അങ്ങനെ വലത്തേക്കും ഇടത്തേക്കും കാലിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് ചലിപ്പിക്കണം. അത് ഒരു 10 തവണ ചെയ്യുക. 10 തവണ ചെയ്ത് കഴിയുമ്പോൾ കാല് നീട്ടി വെച്ച് കുറച്ച് സമയം ശവാസനത്തിൽ കിടക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നടുവ് പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല. നടുവേദനയോ ഡിസ്ക് പ്രോബ്ലമോ ഉള്ളവർ ചെയ്തേക്കരുത്. കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്ത് പതുക്കെ വലത് കാല് മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ട് കാല് താഴ്ത്തുക. അതേപോലെ ഇടത് കാല് ഒരു 4-5 തവണ ചെയ്യാം. കാല് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർ കാല് മടക്കി ഉയർത്തുകയും മടക്കി തന്നെ താഴ്ത്തുകയും ചെയ്യാം. ഇനി വലത് കാല് മടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു 10 സെക്കൻഡ് സ്ഥിതി ചെയ്യാം. എന്നിട്ട് കാല് നീട്ടി വയ്ക്കുക. അതേപോലെ ഇടത് കാല് ചെയ്യണം. ഓരോ കാലും മാറി മാറി ഒരു 5-6 തവണ ചെയ്യുക. എന്നിട്ട് തിരിച്ച് ശവാസനത്തിൽ വരിക. കുറച്ച് സമയം ശവാസനത്തിൽ കിടന്ന് കഴിയുമ്പോൾ 2 കാലും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ചെയ്യാം. അപ്പോഴും കാല് നേരെ ഉയർത്തി താഴ്ത്താൻ ബുദ്ധിമുട്ടുള്ളവർ കാല് മടക്കി താഴ്ത്താം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാലിൽ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി കാലും കൈകളും ഒക്കെ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്ത് 2 കൈകളും തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തുക. ശ്വാസം വിട്ട് കൈ താഴുക. ഒരു 10 തവണ ചെയ്തതിന് ശേഷം വീണ്ടും ശവാസനത്തിൽ ഏതാനും നിമിഷങ്ങൾ കിടക്കുക. എന്നിട്ട് വലതുവശം ചെരിഞ്ഞ് കുറച്ച് സമയം കിടന്നതിന് ശേഷം പതുക്കെ എഴുന്നേറ്റിരിക്കാം. നമ്മൾ ഈ കിടന്നുകൊണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ബെഡിൽ കിടന്നും ചെയ്യാം. നിലത്ത് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും കാലിലേക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം ഓരോ ആസനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും കാലിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് 100% ഫലം ഉണ്ടാകുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓൺലൈനും ഓഫ്ലൈനും നടക്കുന്നുണ്ട്. പങ്കെടുക്കാവുന്നതാണ്. ഓൺലൈനും ഓഫ്ലൈനും ദിവസം 3 നേരം നടക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്.